ഫ്രണ്ട്സ്, നമ്മുടെ തൃശ്ശൂർ ഫ്ലവർ ഷോ നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് നമ്മുടെ ഫ്ലവർ ഷോ കാണാനായിട്ട് പോയിരുന്നു. കണ്ടോളൂ, എൻട്രൻസ് കഴിഞ്ഞിട്ട് അങ്ങനെ കയറുമ്പോൾ വാട്ടർഫോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ രാവിലെ പോയതേ. അത് പക്ഷേ അവർ പറഞ്ഞു രാത്രിയിൽ അത് വർക്കിംഗ് ആയിരിക്കും, ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, എന്തായാലും രാത്രി വന്നിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരുപാട് ചെടികളുടെ വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. റോസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ബോഗൻവില്ല, കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൊടുക്കണതാവില്ല, ഡിസ്പ്ലേ ഇങ്ങനെ ചെടികൾ. സീനിയറുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പോയിൻസെറ്റിയുടെ ഒരുപാട് വെറൈറ്റികൾ. ഞാൻ കാണാത്തൊരു ഓറഞ്ച് ടൈപ്പൊക്കെ വെറൈറ്റികളൊക്കെ കണ്ടു കേട്ടോ. കെട്ടി നിർത്തുമ്പോഴേ അങ്ങനെയോ സെറ്റ് കളിക്കും. ബട്ടർഫ്ലൈ പ്ലാന്റ് ഒരുമിച്ചിരിക്കുന്ന കാണാൻ ഭംഗിയില്ലേ? മറ്റേതായാലും നോക്കില്ല. ഒരു തരം പുല്ല് പോലെ ചെടി പീസ് ലില്ലി അത് വീട്ടിലുണ്ട്. അതിന്റെ ചെറിയ ടൈപ്പ്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. പ്ലാന്റ്സ് ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോൾ കുറച്ച് പ്ലാന്റ്സ് വിൽക്കുന്ന ഒരു കടയുടെ അവിടെ എത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ 6 പ്ലാന്റ്സ്, ജെറബറയുടെ 6 പ്ലാന്റ്സിന് 80 രൂപയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതൊരു കെട്ട് വാങ്ങിച്ചു, 2 കെട്ട് വാങ്ങിച്ചു. ഒരെണ്ണം എനിക്ക് ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിൽ നോക്കി കണ്ടോ, വരുന്നുണ്ട്. അത് വലിയ പ്രശ്നമില്ല. എടുക്കല്ലേ? ഇത് കട്ട് ചെയ്യണമെന്നുണ്ടോ? അല്ലാതെ അങ്ങനെ കൊണ്ടുപോകും മാഡം, വീട്ടിൽ കൊണ്ടുപോയാലും നിങ്ങളെ കട്ട് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളകിന്റെ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ പച്ചമുളകിന്റെ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവതാറിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. പിന്നീടാണ് നമ്മുടെ അവതാറിൽ കയറിയത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ താരത്തൊക്കെ നമുക്ക് നേരിട്ട് അടുത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ് നല്ലൊരു, ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു.
അത്യാവശ്യം കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. കുറേ ചെരുപ്പിൻ്റെയും മാലകളുടെയും ഡ്രസ്സുകളുടെയും പിന്നെ ഫുഡ് ഐറ്റംസും ഒക്കെ ആയിട്ട് കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ പുട്ടുമുട്ടായി പുളിമുട്ടായി മാത്രം ബാക്കി ഫുള്ളും പാടാൻ അയ്യടാ. ഇരുപത്തേഴ്